Hello all, welcome to my second YouTube video where I'll be explaining why using a credit card smartly is the easiest way to get an exceptionally high credit score of 800 plus. So why do you need a score of 800 plus? ഞാനിവിടെ രണ്ട് എക്സാമ്പിൾസ് കാണിക്കാം. ഒന്ന് ഒരു ആവറേജ് ക്രെഡിറ്റ് സ്കോറുള്ള ഒരാളുടെയാണ്, രണ്ടാമത്തത് ഒരു 800 പ്ലസ് ക്രെഡിറ്റ് സ്കോറുള്ള ആളുടെയാണ്. ഒരു ആവറേജ് ക്രെഡിറ്റ് സ്കോറുള്ള ആള് 1 കോടി രൂപ ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതേസമയം 800 പ്ലസ് ക്രെഡിറ്റ് സ്കോറുള്ള ഒരാൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് 50 പോയിന്റ്സ് ആണ്, പക്ഷെ അടയ്ക്കുന്ന ഇൻട്രസ്റ്റിൽ വ്യത്യാസം 10 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ ഈ സ്കോർ ഹൈ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ലോൺ എടുത്തിട്ട് കറക്റ്റ് ടൈമിൽ തിരിച്ചടയ്ക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ നിങ്ങളെ ഒരു VIP കസ്റ്റമർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോൺ കൊടുത്താൽ അവർക്ക് സമയാസമയത്ത് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ വേറെ ബാങ്കിലേക്ക് പോകാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഓഫറുകളും ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റുകളും ബാങ്ക് തരും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ ലോൺ എടുക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങളെ ഒരു 700 to 750 ക്രെഡിറ്റ് സ്കോറുള്ള ആളായിട്ടാണ് ബാങ്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ അവരെ അപേക്ഷിച്ച് നിങ്ങൾ എക്സ്ട്രാ സെക്യൂരിറ്റിയോ എന്തെങ്കിലും ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റോ ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സിബിൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ആരാണ് ഈ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണേ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സ്കോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണേ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണേ. നിങ്ങൾ കഴിഞ്ഞ 7 കൊല്ലത്തിൽ എടുത്തിട്ടുള്ള എല്ലാ ലോണും അതിന്റെ തിരിച്ചടവും ഇൻക്ലൂഡ് ചെയ്യുന്ന റിപ്പോർട്ടാണ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് ഒരു ക്രെഡിറ്റ് ഏജൻസിയുടെ അൽഗോരിതം സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്യണ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് ക്രെഡിറ്റ് സ്കോർ. ഓരോ ഏജൻസിക്കും ഈ സ്കോറിന് വേറെ പേരാണ്. ട്രാൻസ് യൂണിയൻ എന്ന് പറഞ്ഞ ഏജൻസിയുടെ സ്കോറിന്റെ പേരാണ് സിബിൽ സ്കോർ. മെയിനായിട്ട് 5 ഫാക്ടേഴ്സ് ആണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പേയ്മെന്റ് ഹിസ്റ്ററിയാണ്. പേയ്മെന്റ് ഹിസ്റ്ററി എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് കറക്റ്റ് സമയത്ത് EMIയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലോ ക്ലിയർ ചെയ്യണ ഒരാളാണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓൺ ടൈമിൽ പേയ്മെന്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഹൈ ആയിരിക്കും. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേറ്റ് ആണ്, അതായത് CUR. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റിന്റെ എത്ര ഭാഗം നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. It is the ratio of total revolving credit used by total revolving credit available. നിങ്ങൾ ഈ CUR 30% താഴെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവും. ലെസ് ദാൻ 10% ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എക്സലന്റ് ആയിരിക്കും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 കൊല്ലം വരെയുള്ള നിങ്ങളുടെ ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ലോൺ എടുത്ത ഒരാളാണ്, ആ ലോൺ സമയാസമയത്ത് തിരിച്ചടയ്ക്കുന്ന ഒരാളുമാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ ഹൈ ആയിരിക്കും. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് മിക്സ് ആണ്. അതായത് നിങ്ങൾക്ക് പലതരം ലോൺ ഉണ്ട്, ആ ലോണുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യേണ്ടത്, സമയാസമയത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഹൈ ആയിരിക്കും. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂ ക്രെഡിറ്റ് ആണ്. അതായത് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് പുതിയ ക്രെഡിറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴേക്ക് പോകും. അതേസമയം നിങ്ങൾ എടുക്കുന്ന ഓരോ ക്രെഡിറ്റിനിടയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ക്രെഡിറ്റിനെ അത്ര ഡിപ്പെൻഡ് ചെയ്യണില്ല. ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഹൈ ആയിരിക്കും. ഒരു കാർ ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാം. പക്ഷെ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പെൻസീവ് വേ ഓഫ് ബിൽഡിംഗ് ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ്. അതേസമയം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് 50 ഡേയ്സിന് ലോൺ തരുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് വേ ടു ബിൽഡ് യുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇസ് ടു ഗെറ്റ് എ ക്രെഡിറ്റ് കാർഡ് ആൻഡ് റീപേ ദ ബിൽ ഓൺ ടൈം. ഇനി നമുക്കൊരു ബേസിക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഈ ഫാക്ടേഴ്സിനെ എങ്ങനെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ബാങ്കുകളും ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് തരും. ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ആ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നിങ്ങളുടെ മാസം വരുന്ന ഡെയിലി റൊട്ടീൻ ചെലവുകളെല്ലാം ആ ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ബില്ല് ജനറേറ്റ് ആയതിനു ശേഷം ഒരു 20 ഡേയ്സ് ടൈം ലൈൻ ബാങ്ക് നിങ്ങൾക്ക് തരും ആ ബില്ല് അടയ്ക്കാനായിട്ട്. ആ 20 ഡേയ്സിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് നിങ്ങൾ ആ ബില്ല് ഫുള്ള് ക്ലിയർ ചെയ്യാം. നിങ്ങൾ സ്ഥിരമായിട്ട് ക്രെഡിറ്റ് എടുക്കുന്ന ഒരാളാണ്, അതേസമയം
നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുന്നുള്ളൂ. ആ ക്രെഡിറ്റ് എല്ലാം നിങ്ങൾ എടുത്തത് സമയാസമയം നിങ്ങൾ അടച്ചു തീർക്കുന്ന ഒരാളാണെന്നാണ് അൽഗോരിതത്തിന് ഇത് സിഗ്നൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അൽഗോരിതം നിങ്ങൾക്ക് ഒരു ഹയർ ക്രെഡിറ്റ് സ്കോർ തരും. രണ്ടാമത്, നിങ്ങൾ ഓൾറെഡി ക്രെഡിറ്റ് കാർഡിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സാധനങ്ങളോ വാങ്ങിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എത്രയാണെന്ന് നോക്കുക. അത് 30% മുകളിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് തന്നെ പീരിയോഡിക്കലി നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഓപ്ഷൻ തരും. അതുണ്ടെങ്കിൽ അത് അവൈൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡും കൂടി അപ്ലൈ ചെയ്യുക. ഒരു ക്രെഡിറ്റ് കാർഡും കൂടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ യൂട്ടിലൈസേഷൻ ടോട്ടലിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാവുകയും ചെയ്യും. നിങ്ങളുടെ CUR 30% താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ അൽഗോരിതം നിങ്ങൾക്ക് ഒരു ഹയർ ക്രെഡിറ്റ് സ്കോർ തരും. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടുന്ന ഫ്രീ ക്രെഡിറ്റ് കാർഡ് അതിന്റെ ഓഫറുകളൊക്കെ പൊട്ടയായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 കൊല്ലത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ക്യാപ്ചർ ആവും. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് കാർഡ് 7 years ആവണ വരെ നിങ്ങൾ ഫസ്റ്റ് കാർഡ് ക്ലോസ് ചെയ്യരുത്. നിങ്ങൾ കുറെ നാളായിട്ട് നന്നായിട്ട് ക്രെഡിറ്റ് മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കൊടുക്കുന്നത് റിസ്ക് ഫ്രീ ആണെന്നുള്ളതാണ് അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൽഗോരിതം നിങ്ങൾക്ക് ഒരു ഹയർ ക്രെഡിറ്റ് സ്കോർ തരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 സ്ട്രാറ്റജികൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഓവർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പ്രിഫറബിളി ഫോർ 7 years, നിങ്ങൾക്ക് ഒരു ഹൈ ടിക്കറ്റ് ലോൺ എടുക്കേണ്ട സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടേംസും ഇൻട്രസ്റ്റ് റേറ്റ്സും ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ ദിവസവും ഇൻഫ്ലേഷൻ ഈസ് ഈറ്റിംഗ് ഇൻ ടു അവർ സേവിങ്സ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ എ ലോങ് വേ ഇൻ സേവിങ് മണി വെൻ വി നീഡ് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദ കണ്ടന്റ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.